കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ ആ, സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ, സൂമിലൂടെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് ഇങ്ങനെ ഒരു മീറ്റിംഗ് ദൈവം നമുക്ക് ഒരുക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകുന്നല്ലോ. അതിനുവേണ്ടിയുള്ള എല്ലാ അവസരങ്ങളും ഈ കാലഘട്ടത്തിൽ ദൈവം ഒരുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേക ഒത്തിരി സ്നേഹിക്കുന്ന മാതാപിതാക്കള്, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ എല്ലാം ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ലൈഫിന്റെ മീറ്റിംഗ് എടുക്കുമ്പം ഈ ഫ്രൈഡേ മോർണിംഗ് കംപ്ലീറ്റ് എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്തകൾ കടന്നു പോവുകയാണ്. ഞാൻ എന്ത് സംസാരിക്കണം, എന്ത് ആണ് ഇന്ന് സംസാരിക്കേണ്ടത്. ഒരു വലിയൊരു ഒരു ഫൈറ്റ് ആണ് പലപ്പോഴും നടക്കാറുള്ളത്. കാര്യം പല ചിന്തകൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കയറി വരുമെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഞാൻ കാണാത്ത വ്യക്തികളോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആരെയും അറിയത്തില്ല, ആരുടെയും ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ഏത് നിലവാരത്തിൽ എങ്ങനെയാണ് ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ പരിശുദ്ധാത്മാവിന് എല്ലാവരെയും അറിയാം. പരിശുദ്ധാത്മാവ് നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻ അറിയാം, നമ്മൾ ആരാണെന്ന് അറിയാം. ഈ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു കാര്യം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ഡിബേറ്റ് നടന്നു. അപ്പൊ ഡിബേറ്റ് നടന്നത് ഞങ്ങൾ കുറച്ച് സഹോദരങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഡിബേറ്റാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലൊക്കെ അല്പമൊക്കെ ദൈവസന്നിധി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുള്ള ചില സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് നടന്ന ഒരു ചെറിയ ഡിബേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങളൊരു സ്നേഹ സംഭാഷണം. അപ്പം അതിനകത്തില് ഈ കാലഘട്ടത്തില് ഈ പ്രോഫസിയെ കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത കടന്നു വരുവാനായിട്ടിടയായി. ഇപ്പം കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രോഫസിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ പ്രവാചകന്മാരൊന്നും കുറവുകൾ വെളിപ്പെടുത്തുന്നില്ല, എല്ലാം ഈ പ്രോസ്പെരിറ്റിയും അനുഗ്രഹങ്ങളും മാത്രം പറയുന്നത്, കുറവുകൾ വെളിപ്പെടുത്തുന്നില്ല. അപ്പം ഇതൊരു ഡിസ്കഷനായിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചൂട് പിടിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ആലോചന ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തുടക്കത്തിൽ അത് നിങ്ങൾക്ക് പ്രയോജനമാവുമെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ. പക്ഷേ സഹോദരന്മാരന്ന് ഞങ്ങൾ കൂടിയിരുന്ന പലർക്കും അത് കൺവിൻസ്ഡ് ആയി എനിക്ക് തോന്നി. അത് പരിശുദ്ധാത്മാവാണ് സംസാരിച്ചതെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത്ര ധൈര്യമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിലെ പല പ്രവാചകന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നതും, പല ശുശ്രൂഷകളെ നമ്മള് വിധിക്കുന്നതും ഈ കുറവുകൾ അവർ വെളിപ്പെടുത്തുന്നില്ല, അവർ മുഴുവൻ പ്രോസ്പെരിറ്റിയാ പറയുന്നത് എന്നുള്ള ഒറ്റ കാരണത്താലാണ്. പക്ഷെ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഈ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകാൻ കാര്യസ്ഥൻ വരത്തില്ല. അപ്പം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്പൊ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്ന ഇതെല്ലാം ബോധം വരുത്തിക്കൊണ്ടിരിക്കുക. ഇനി ഒരു പ്രവാചകം വേണോ നമുക്ക് ബോധം വരുത്താൻ? അപ്പം യേശുവിനെ കൈക്കൊള്ളുന്ന ഒരു വിശ്വാസി, യേശുവിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉള്ളിൽ താൻ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ, താന് ദൈവഹിതമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി താൻ പുറപ്പെടുന്നതിന് മുമ്പേ അവന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് അവനോട് കൃത്യമായി സംസാരിക്കും. എന്ത് സംസാരിക്കും? അത് റോങ് ആണ്, നീ തിരിയണം എന്ന് സംസാരിക്കും. കയ്യിന് പരിശുദ്ധാത്മാവില്ലായിരുന്നു. കയ്യൻ യാഗം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവം അവന്റെ പുറകെ പോയി. അന്നൊരു പ്രവാചകനും ഇല്ലായിരുന്നു, ദൈവം തന്നെ കയ്യിന്റെ പുറകെ പോയി. കയ്യിന്റെ പുറകെ പോയിട്ട് കയ്യിനോട് പറഞ്ഞു, കയ്യിനെ, നിന്റെ മുഖം വാടിയിരിക്കുന്ന എന്താ? നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാവുമായിരുന്നു, തിന്മ ചെയ്യുന്നെങ്കിലോ പാപം നിന്റെ വാതുക്കെ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിച്ചു കൊള്ളുക. വളരെ കൃത്യമായി ദൈവം, അന്ന് പ്രവാചകനില്ല, അപ്പൊ ദൈവത്തിന് തന്നെ ഇറങ്ങി വന്ന് സംസാരിക്കേണ്ട ഒരു ബാധ്യത അന്നുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് പ്രവാചകന്മാരെ ദൈവം നിയമിച്ചു കഴിഞ്ഞപ്പോ ദാവീദ് ഒരു പാപം ചെയ്തു. ദാവീദ് ഒരു പാപം ചെയ്തപ്പോ അവന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്ന ആ യേശുവിന്റെ ആത്മാവ് എന്നുള്ള ആ ഒരു നിലവാരത്തിലല്ല പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നടന്നത്. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടായിരുന്നു, അവൻ അഭിഷിക്തനാണ്, ഒക്കെ ശരിയാണെങ്കിലും അവൻ പാപം ചെയ്തപ്പോ, പക്ഷെ അവൻ പാപം ചെയ്തിട്ട് അവൻ കൂളായിട്ട് നടക്കുക, അവൻ നോർമലായിട്ട് അവന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പറഞ്ഞ മനസ്സിലായോ? അപ്പം നാദാ പ്രവാചകൻ വന്നിട്ട് അവനോട് കാര്യങ്ങൾ പറഞ്ഞു.
ആ പാപി നീയാണെന്ന് പറഞ്ഞപ്പോഴത്തേന് ദാവീദ് എന്ത് ചെയ്തു? നെടുമ്പാട് വീണ് ദൈവസന്നിധി നിലവിളിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. എന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവചന ശബ്ദവും വിവേചന ശബ്ദവും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും, നമ്മൾ ചെയ്യുന്നത് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളാണെന്നും, പാപം ഏതാണെന്നും, ന്യായവിധി അതിനുണ്ടാകുമെന്നും, നീതി എന്താണെന്നും ഒക്കെ വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് ഇനി ഒരു പ്രവാചകനെയോ ഒരു അപ്പോസ്തലനെയോ ഒന്നും രക്ഷിക്കപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ അതിനകത്ത് ഒരു കാര്യമുണ്ട്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതൊന്നും അതിനകത്ത് ഈ പ്രോസ്പെരിറ്റിയെ കുറിച്ച് ബോധം വരുത്തുമെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിനോട് ഒത്തിരി പ്രോസ്പെരിറ്റികളൊക്കെ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ ഇങ്ങനെ തമാശയായിട്ട് പറയുവാനിടയായി. പക്ഷേ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ എന്താ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മളെ മുഴുവനായി അറിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിലാണ് നമ്മൾ ഈ മീറ്റിങ്ങിലായിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവാത്മാവിന് നമ്മളോട് സംസാരിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാനായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് എന്നോട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക, ദൈവാത്മാവിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക, യേശുവിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുക. നമ്മെ നന്നായി അറിയാവുന്ന ദൈവത്തിന് ഇന്ന് എന്തോ നമ്മോട് സംസാരിക്കാനായിട്ടുണ്ട്. ഫെയ്ത്ത് സംസാരിച്ചാൽ അതിന് പരിമിതികളുണ്ട്. ഫെയ്ത്തിന്റെ അറിവിന് ഒത്തിരി പരിമിതികളുണ്ട്. ആരെയും മനസ്സിലാക്കാനുള്ള കഴിവില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിന് സകലത്തെയും വിവേചിപ്പാനും സകലത്തിന്റെ മേൽ കർത്തൃത്വം നടത്തുവാനും ഒക്കെ ഉള്ളൊരു കഴിവ് പരിശുദ്ധാത്മാവിനുണ്ട്. നമുക്ക് ദൈവസേനയിൽ ഒന്ന് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ധ്യയിലെ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ, വചനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ, ഞങ്ങൾക്ക് പരസ്പരം അറിയാത്ത എത്രയോ കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിന് ചെയ്യുവാനായിട്ട് കഴിയും. ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയും. നിരാശയിൽ ഇരിക്കുന്നവരുണ്ടാകാം, രോഗത്തിന്റെ പീഡയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ടാകാം. കർത്താവേ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ വളരെ അധികമായിട്ട് അലട്ടുന്നവരുണ്ടാകാം. കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ഭാരപ്പെട്ട്, ഭാവിയെക്കുറിച്ച് ഭാരപ്പെട്ട്, ഒരു നിലനിൽപ്പ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. കർത്താവേ, ദൈവമേ, സകലരെയും നീ അറിയുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൂടി വന്ന ജനത്തിൽ ചിലർ ദൂരദേശത്ത് നിന്ന് വന്നവരാണെന്ന് അവരെ വ്യക്തമായി മനസ്സിലാക്കിയ ദൈവമേ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം, ദൂരം, അതിന്റെ കർത്താവെ എന്തുമാത്രം അത് ഗൗരവമെന്ന് നീ അറിയുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മഹത്വം എടുക്കണം, ഈ ശുശ്രൂഷയെ നീ മാനിക്കണം. എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവങ്ങളെ, ഞാൻ വളരെ വേഗത്തിൽ തന്നെ ദൈവാത്മാവ് ഏൽപ്പിച്ച ഒരു വചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 14. വളരെ വേഗത്തിൽ അത് ഒരു ബേസ് വാക്യമായിട്ട് വെച്ചുകൊണ്ട് ദൈവാത്മാവ് തന്ന ഒരു ദൂതിലേക്ക് ഞാൻ പോകാനായിട്ട് പോവുകയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3:14 അത് ഞാൻ വേഗം പറഞ്ഞു പോകാം. പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ആ ഭാഗമല്ല എങ്കിലും, പുതിയ നിയമത്തിൽ പൗലോസ് തന്റെ ജീവിതത്തിൽ പേഴ്സണലി താൻ എടുത്തിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പൗലോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞ്, എന്ന് വെച്ചാൽ പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് ഇവിടെ പറയുന്നത്, ഒന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ ലൈഫിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ആളാണ് പൗലോസ് അപ്പോസ്തലൻ, അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു നല്ലൊരു പാഠമാണ്. പൗലോസ് തന്റെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിൽ താൻ വിജയിച്ച ഒരു സീക്രട്ടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. കാര്യം, പിൻപിലുള്ളതിനെ എപ്പോഴും താൻ മറക്കാൻ തയ്യാറാവുക. അത് ഞാൻ പിന്നീട് അത് കുറച്ചുകൂടെ റിവീൽ ചെയ്ത് പരിശുദ്ധാത്മാവ് മുന്നോട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഈ ഒരു വാക്യങ്ങളെ ഞാൻ വായിക്കുകയാണ്. ജെനിസിസ് ചാപ്റ്റർ 41 വേഴ്സ് 50 ആണ്. 50 and 51. അപ്പം ഞാൻ ആ ഭാഗം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പിന്നെ വായിച്ചാലും മതി. ഞാൻ വേഗം പറഞ്ഞു പോകാം. ക്ഷാമകാലം വരും മുമ്പേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു.
അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. മനശ്ശെ എന്ന് പേരിട്ടു. ഞാൻ ആരെയും ബൈബിളിൽ കുത്തി വരയ്ക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ബൈബിളിൽ ഹൈലൈറ്റ് ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ നല്ലതായിരിക്കും. എന്റെ പിതൃഭവനമൊക്കെ ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ എന്താ പറയുന്നത്? ഒരു ക്ഷാമകാലത്തിന് മുൻപേ ജോസഫിന് 2 പുത്രന്മാർ മിസ്രൈമിൽ ജനിക്കുകയാണ്. അവിടെയുള്ള ഒരു പുരോഹിതന്റെ ഒരു മകളെ അവന് ഭാര്യയായിട്ട് കിട്ടി. ആ ഭാര്യയിലൂടെ അവന് 2 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. അതെന്താണ് പറയുക? ക്ഷാമകാലത്തിന് മുമ്പേ. അപ്പം സ്വാഭാവികമായിട്ട് ഈ വാക്യം മാത്രം വായിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്ഷാമം വരുന്നതിന് മുമ്പേ അവൻ ജീവിതത്തിൽ എന്തൊക്കെയോ ക്രമീകരണം വരുത്തി ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല. ജോസഫിനെ സംബന്ധിച്ച് ഈ ക്ഷാമം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവനോട് ദൈവം ചെയ്ത വലിയ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവങ്ങൾ പറയണം, ലോകം എത്ര ക്ഷാമത്തിലൂടെ കടന്നുപോയാലും, ലോകം എത്ര പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും എന്റെ ജീവിതം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉള്ള സമയമായിട്ട് അതിനെ ദൈവം മാറ്റി. പ്രീസലോ, എന്റെ ചർച്ചിനെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ചർച്ചയാക്കി മാറ്റും. എന്റെ കുടുംബത്തെ, എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ കൂട്ടാളിയെ ഈ ക്ഷാമകാലത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. എത്ര പേർക്ക് ആ വിഷയത്തിൽ ദൈവത്തെ ഒന്ന് അങ്ങനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും? ഓർത്തോണം, ജോസഫിന് വ്യക്തമായിട്ട് അറിയാം ക്ഷാമകാലത്തിന് മുമ്പേ ആ രാജ്യത്തിന്റെ 2ാം സ്ഥാനീയനായി ജോസഫ് ആയിരിക്കുകയാണ്. ജോസഫ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വന്ന പ്രതിസന്ധികളല്ല ഇന്ന് അവന്റെ ജീവിതത്തിലുള്ളത്. വളരെ മനോഹരമായ ചുറ്റുപാടുകളുണ്ട്, വളരെ മനോഹരമായ താമസ സൗകര്യം അവനുണ്ട്, അവന് വേണ്ട എല്ലാ നന്മകളും ഉണ്ട്. ഒരു അന്യദേശത്ത് ഒരു ചെറുപ്പക്കാരന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ജോസഫിന് ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു കുടുംബമായി, നമ്മൾ പറയത്തില്ലേ, ഒരു യൗവനക്കാരനെ നമ്മൾ നോക്കുമ്പോൾ അവനെ ദൈവം ബ്ലസ് ചെയ്തെന്ന് പറയുന്നത് ഏതൊക്കെ കാര്യത്തില്ല? ഒന്ന് പറയും അവന് നല്ലൊരു ജോലി കിട്ടിയാൽ പറയും, നമ്മൾ പറയും എന്ത് ചെയ്യും? അവനെ ദൈവം ബ്ലസ് ചെയ്യും, ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്. രണ്ടാമത് പറയും ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പറയും അവനൊരു നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ. ഞാൻ പലപ്പോഴും നമ്മുടെ ഈ വെഡിങ് സെറമണീസ് ഒക്കെ ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ പലതും കാണുമ്പോൾ പേരൻസിന്റെ ഒക്കെ മുഖത്തെ സന്തോഷം കാണും. കാര്യം ഈ കാലഘട്ടത്തിൽ ഒരു ചെറുക്കനെ, ഒരു പെൺകുഞ്ഞിനെ ഒക്കെ ഈ വിശുദ്ധ വിവാഹ വേദിയിലൊക്കെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൈവകൃപയാണ്. അതുകൊണ്ട് ഈ ഒരു 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 മാരീഡ് ലൈഫിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ചെറുപ്പക്കാർ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു കുടുംബജീവിതം ലഭിക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആണ്, അല്ലേ? അപ്പം ജോസഫിന്റെ ജീവിതത്തിൽ അവന്റെ കഷ്ടതകളൊക്കെ മാറി അന്യദേശത്ത് അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ഒന്ന്, അവന് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു പൊസിഷൻ കിട്ടി, ആർക്കും കിട്ടാത്ത ഒരു പൊസിഷനിലേക്ക് അവൻ വന്നു. സെക്കൻഡ്ലി, അവന് ഒരു നല്ല കുടുംബജീവിതം കിട്ടി. തേർഡ്ലി, മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം അതൊരു അനുഗ്രഹമല്ല. നമ്മൾ പറയും, നമ്മൾ എപ്പോഴും കല്യാണ ശുശ്രൂഷയിൽ തന്നെ ദൈവദാസന്മാര് പ്രാർത്ഥിക്കുന്ന എന്താ? സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാണ് ഈ ദമ്പതികളെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മൂന്നാമതായിട്ട് നമ്മൾ അനുഗ്രഹമായി കാണുന്നത് ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം തലമുറകളെ ദൈവം നൽകുമ്പോൾ. അപ്പൊ ഈ ഒരു 3 ഘട്ടത്തിലൂടെ കടന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ബ്ലെസ്സിങ്സിന്റെ ഏകദേശം ഒരു ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് ഓക്കെ എന്ന് നമ്മൾ തീരുമാനിക്കും, ഇല്ലേ? സത്യം പറഞ്ഞാൽ ഈ 3 ഏരിയയിലും ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. ഈ 3 ഏരിയയിലും ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. ഒന്നല്ല, 2 കുഞ്ഞുങ്ങളെ ദൈവം അവന് നൽകി. അനുഗ്രഹിക്കപ്പെട്ട എന്ന് വെച്ചാൽ മിസ്രൈമിലെ ഒരു പുരോഹിതന്റെ മോളെ, നമ്മളെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റർ മോളെ തന്നെ വിവാഹം കഴിച്ചെന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മിസ്രൈമിലെ പൗരോഹിത്യവും അവിടുത്തെ ആരാധന രീതിയും ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ പുരോഹിതൻ എന്നൊക്കെ പറയുമ്പോൾ ആ ദേശത്ത് ഏറ്റവും മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ. സ്പിരിച്വലി ആ ദേശത്തിന്റെ സ്പിരിച്വാലിറ്റി വെച്ചായിരിക്കാം, സ്പിരിച്വലി ഒക്കെ ഹൈലി ഇതായിരിക്കും. അപ്പൊ പക്ഷേ ഞാൻ പറയുന്നതിന്റെ കാര്യം, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ നന്മകളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും എന്ത് ചെയ്യും? അനുഗ്രഹിക്കില്ല. എന്നാലും നമ്മൾ ഒരിക്കലും പറയത്തില്ല നമ്മുടെ അനുഗ്രഹം പൂർത്തിയായിരുന്നു. നമ്മൾ പിന്നെ അടുത്ത അനുഗ്രഹത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. എങ്കിലും നമ്മൾ സ്വാഭാവികമായി നോക്കിയാൽ ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ ക്ഷാമകാലത്തിന് മുമ്പേ, ഒരു വലിയ ക്ഷാമം വരുന്നതിന് മുമ്പ് അവന്റെ പേഴ്സണൽ ലൈഫിൽ ദൈവം അവനെ വ്യക്തമായി അനുഗ്രഹിച്ചു എന്ന് കാണുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുമ്പോൾ മൂന്നാമത്തെ പ്രധാന നന്മയായ അവന്റെ വ്യക്തിപരമായ ജീവിതത്തില്, പേഴ്സണൽ ലൈഫില് ദൈവം അവന് കൊടുത്ത മൂന്നാമത്തെ അനുഗ്രഹമായ തന്റെ ആദ്യത്തെ തലമുറയായ കുഞ്ഞിനെ അവൻ കയ്യിലെടുത്തപ്പോൾ, അവന്റെ വൈഫ് കൺസീവ് ആയപ്പോഴെന്നല്ല, ഹല്ലേലൂയ സ്തോത്രം, പക്ഷേ ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഒക്കെ കഴിഞ്ഞ് ആ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പേരിടുവാനായിട്ട് ജോസഫ് ആഗ്രഹിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഒരു കാര്യം, അവന്റെ മനസ്സിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോഴും, ഈ ബ്ലെസ്സിങ്ങിലൂടെയൊക്കെ അവൻ പോകുമ്പോഴും, അനുഗ്രഹിക്കപ്പെട്ട ജോലി ചെയ്യുമ്പോഴും, അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോഴും, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ലഭിച്ചു കഴിഞ്ഞപ്പോഴും അവന്റെ മനസ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന, അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു പാസ്റ്റ് ലൈഫ് അവനുണ്ടായിരുന്നു. അവന്റെ ഭവനത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടതും, അവന്റെ സഹോദരന്മാരാൽ അവൻ പീഡിപ്പിക്കപ്പെട്ടതും, ഹല്ലേലൂയ, അവന്റെ സഹോദരന്മാരാൽ അവൻ വിൽക്കപ്പെട്ടതും, അവൻ അന്യദേശത്ത് അടിമയായി ജീവിക്കേണ്ട വന്നതും, അവന്റെ പേരിന് പോലും കളങ്കം വരത്തക്ക രീതിയിൽ അവൻ കടന്നുപോയ മോശം സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു വല്ലാത്ത ഒരു ഫീലിങ്സ്. അനുഗ്രഹങ്ങൾ എത്ര ലഭിച്ചാലും, എത്ര നന്മകൾ ലഭിച്ചാലും ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത രീതിയിൽ അവന്റെ ഹൃദയത്തെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന, അവന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? അത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവന്റെ ജീവിതത്തിലെ സകല കഷ്ടതയും, കഴിഞ്ഞ നാളിൽ അവനുണ്ടായ കഷ്ടതകൾ, അവന്റെ ജീവിതത്തിൽ അവൻ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ അവനെ ഡെയിലി വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എന്റെ ജ്യേഷ്ഠന്മാർ, എന്റെ അച്ചാച്ചന്മാർ അത് ചെയ്തല്ലോ, എങ്കിലും എന്റെ അച്ചാച്ചന്മാർ എന്നെ അങ്ങനെ വിട്ടുകളഞ്ഞല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ വീട്ടിൽ. കാര്യം, ജോസഫ് ആ വീട്ടിൽ ജനിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, ജോസഫിന്റെ ജനനം ഒരു സ്പെഷ്യൽ ബർത്ത. ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഹേലിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ റാഹേലിനെ ദൈവം അനുഗ്രഹിച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന ഒരു ഫാമിലിക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, ഒരാൾക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എന്ത് പ്രഷ്യസ് ആണ് ബേബി, ഇല്ലേ? നമുക്കറിയാം. ആ കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ളവർക്ക് മനസ്സിലാകും. യാക്കോബിനാണെങ്കിലും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ ഭാര്യയായ റാഹേൽ, റാഹേലിനെ ദൈവം സന്ദർശിച്ചൊരു കുഞ്ഞിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് ആ വീട്ടിൽ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആയിരുന്നു, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായിരുന്നു. പിതാവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പിതാവ് ആ രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ ജനിച്ചു വീണ വീട്ടിൽ അവൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ ഒരു വിഷയമുണ്ട്. കാര്യം, പല ഏജിലുള്ള ചേട്ടന്മാർ അവനുണ്ടായിരുന്നു. രൂപേൻ തൊട്ട് പല ഏജിലുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു. ഞാൻ ഇന്ന് നമ്മുടെ സഭകളെ അതുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുകയാണ്. നമ്മളൊരു ചർച്ചിലേക്ക് വരുമ്പോൾ, ഒരു വീണ്ടും ജനനത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒരു ചർച്ചിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ, അല്ലെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു ചർച്ചിലോട്ട് വരുമ്പോൾ ആ ചർച്ചിൽ ഒത്തിരി ചേട്ടന്മാരെ നമുക്ക് കാണാൻ പറ്റും. എന്നറിയോ? രക്ഷിക്കപ്പെട്ട് 30 വർഷമായവര്, രക്ഷിക്കപ്പെട്ടിട്ട് 25 വർഷമായത്, രക്ഷിക്കപ്പെട്ടിട്ട് 20 വർഷമായവര്, രക്ഷിക്കപ്പെട്ടിട്ട് 5 വർഷമായവര്. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ഈ വീട്ടിൽ ജനിച്ച കുറെ ചേട്ടന്മാർ, ഇവര് രക്ഷിക്കപ്പെട്ട് ഇവര് വീണ്ടും ജനനം പ്രാപിച്ചിട്ട് അവർക്ക് ഇത്രയും വർഷങ്ങളായി. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ജനിച്ച ഇത്രയും നല്ലൊരു കുഞ്ഞിന് ഒരു ദർശനം ലഭിച്ചാൽ, ഇന്നലെ ഇങ്ങോട്ട് ജനിച്ചവൻ ഒരു അന്യഭാഷ പറഞ്ഞാൽ, ഇന്നലെ ജനിച്ചവൻ എന്തെങ്കിലും ഒരു പ്രശ്ന ഒരു ദൈവിക ശുശ്രൂഷ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ,
നല്ലതായിട്ടൊന്ന് പാട്ടുപാടിയാൽ, നല്ലതായിട്ടൊന്ന് പ്രസംഗിച്ചാൽ, ഇന്നലെ വന്നവൻ എന്തെങ്കിലും ചെയ്തെന്നുള്ള ഒരു കാരണത്താൽ ഒത്തിരി സീനിയോറിറ്റി ഉള്ള ജ്യേഷ്ഠന്മാർക്ക് അത് പിടിക്കാതെ പോകും. ഇതാണ് യാക്കോബിന്റെ വീട്ടിൽ സംഭവിച്ചത്. ഞാൻ യാക്കോബിന്റെ വീടിനെ ഒരു സഭയായി, ഒരു ഇസ്രായേൽ എന്നുള്ള ഒരു സമൂഹമായി അതിനെ എടുക്കുമ്പോൾ, പല കാലഘട്ടങ്ങളിൽ ജനിച്ച ചേട്ടന്മാർക്ക് ഈ ഇളയ അനിയന്റെ ദർശനത്തെയും ഈ ഇളയ അനിയന്റെ സാക്ഷ്യത്തെയും ഈ ഇളയ അനിയന്റെ പെർഫോമൻസിനെയും പിടിക്കാതെ പോകും. എന്നാൽ ഇതൊന്നും ഗ്രഹിക്കാനോ ഇതൊന്നും മനസ്സിലാക്കാനോ ചേട്ടന്മാരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നൊന്നും ഗ്രഹിക്കാനുള്ള അറിവൊന്നും ഈ അനിയനായ യോസഫിനില്ലായിരുന്നു. അവന്റെ അറിവില്ലായ്മയുടെ കാലത്താണ് അവൻ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയത്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ജോസഫിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? എന്റെ ബാല്യത്തിലേറ്റ മുറിവുകൾ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ച എന്റെ അച്ചാച്ചന്മാരിൽ നിന്ന് ഏറ്റ മുറിവുകൾ. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് പോയി എന്റെ സന്തോഷങ്ങൾ ഷെയർ ചെയ്ത, എന്റെ ദർശനങ്ങൾ ഷെയർ ചെയ്ത, ദൈവസന്നിധി വന്നപ്പോൾ എനിക്കുണ്ടായ എക്സൈറ്റ്മെന്റുകളെല്ലാം ഞാൻ അതുപോലെ ഷെയർ ചെയ്ത എന്റെ കൂട്ടു സഹോദരങ്ങളിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, എന്നെ നിന്ദിച്ച ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എത്ര 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 നിഷ്കളങ്കമായിട്ട് ആ വാക്കുകൾ പറയുന്നത്. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷെ എന്റെ സ്നേഹിതൻ, അല്ലെ എന്റെ സഹോദരൻ, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പൊസിഷനിൽ ഞാൻ അതുപോലെ റെസ്പെക്റ്റഡ് ആയ ഒരു പൊസിഷനിൽ കണ്ട ആള്, ഞാൻ ഒത്തിരി സ്നേഹിച്ച ആളിൽ നിന്ന് ഒരു പ്രശ്നം വന്നു. ഇത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ പറയുന്നത് കേട്ടിട്ട് എന്റെ സകല കഷ്ടതയെന്ന് പറഞ്ഞിട്ട് ഈ ജോസഫ് അടുത്തതായിട്ട് പറയുന്ന ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും എന്നെ മറക്കുമാറാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഇനി ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത രീതിയിൽ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ എത്ര കഷ്ടതയിലൂടെ കടന്നു. നമ്മളെ ഈ ലോകത്തിൽ നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, ദൈവങ്ങളെ, ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമ്മുടെ ഒരു ചർച്ച എന്നുള്ള രീതിയിൽ ആ ബന്ധത്തെ നിങ്ങൾ ഒന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ഈ മെസ്സേജിനെ ഒന്ന് ഉൾക്കൊള്ളണം. കാര്യം, നമ്മുടെ ഫാമിലിക്ക് പുറത്തുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും നമുക്ക് മറക്കാൻ എളുപ്പമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഫാമിലിക്ക് പുറത്തുള്ള, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൊത്തിഫേറിന്റെ ഭവനത്തിൽ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും അവരുടെ ഭവനത്തിൽ ഉണ്ടായ അടിമ ജീവിതവും ഒക്കെ മറക്കാൻ ജോസഫ് ഈസി ആയിരിക്കും. പക്ഷെ ഈ പിതൃഭവനത്തെ മറക്കാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, ആ പിതൃഭവനത്തിൽ നിന്ന് ഏറ്റ ആ വിഷമം മറക്കാൻ ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, അത് ഇച്ചിരി ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട വിഷയം. കുറച്ച് ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയം. കാര്യം, അത് മറക്കാൻ ഈസിയായി. പക്ഷേ ജോസഫിനോട് ദൈവാത്മാവ് പറയുകയാണ്, നിനക്കൊരു നന്മ ദൈവം തന്നപ്പോൾ, നിനക്ക് ഈ അന്യദേശത്ത് ഞാൻ നിന്നെ മാനിക്കുമ്പോൾ, അതുമാത്രമല്ല ആ വരാനിരിക്കുന്ന ക്ഷാമം നിന്റെ ജീവിതത്തിലെ ദർശനങ്ങൾ പെർഫോം ചെയ്യുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഇവന്റെ വീട്ടിൽ വെച്ച് ഇവൻ കണ്ട ദർശനത്തിനകത്തിൽ പുരോഹിതന്റെ മോളുടെ ഭാര്യയായിട്ട് കിട്ടുമെന്ന് 2 കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് വാത്സല്യമായിട്ട് ആട്ടുമെന്നുള്ളതല്ല ഇവന്റെ ദർശനം. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദർശനം, നമ്മുടെ മേലുള്ള ദൈവിക ദർശനം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ല, നമ്മുടെ സ്പിരിച്വൽ ലൈഫാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ബ്ലെസ്സിങ് ഒക്കെ ദൈവം തരും. പക്ഷെ സ്പിരിച്വലി ഇവൻ ആക്ട് ചെയ്യേണ്ട, സ്പിരിച്വലി ഇവനെ യൂസ് ചെയ്യേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനോട് ശക്തമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ആത്മീയതയുടെ നിലവാരത്തിൽ ഇവനെ യൂസ് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് ജോസഫ്. ജോസഫെ, നിന്റെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ കിട്ടിയ ബ്ലെസ്സിങ് ആണ് ജോലി. പേഴ്സണൽ ലൈഫിൽ കിട്ടിയ ബ്ലെസ്സിങ് ആണ് വിവാഹം, കുഞ്ഞുങ്ങൾ. പക്ഷെ ഇതൊന്നും അല്ലല്ലോ നിന്റെ ദർശനം. നിന്റെ ദർശനം പെർഫോം ചെയ്യാൻ പോകുന്നത് ആ ക്ഷാമത്തിന്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പറയുന്നു,
ദൈവാത്മാവ് എന്നോട് ആരോടൊക്കെയോ പറയുന്നു, ദർശനം ഇതുവരെയായിട്ട് പൂർത്തീകരിക്കപ്പെടില്ല. നീ ഏത് കാരണത്താൽ നിന്ദിക്കപ്പെട്ടോ, നീ ഏത് കാരണത്താൽ അവഗണിക്കപ്പെട്ടോ, നീ ഏത് കാരണത്താൽ പുറത്താക്കപ്പെട്ടോ, നീ ഏത് കാരണത്താൽ ചോദ്യം ചെയ്യപ്പെട്ടോ, നീ ഏത് കാരണത്താൽ പൊട്ടക്കണത്തിൽ വീണോ, നീ ഏത് കാരണത്താൽ കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയതോ, ആ കഷ്ടങ്ങളുടെ ഒക്കെ പൂർത്തീകരണം ഈ കുടുംബജീവിതത്തിലോ ഈ കുഞ്ഞുങ്ങളിലോ ഈ പദവിയിലോ അല്ല, നേരെ മറിച്ച് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ ക്ഷാമത്തിൽ നിന്നെ ദൈവം ആത്മീയമായി പെർഫോം ചെയ്യിക്കാൻ പോകുന്ന, ശുശ്രൂഷയിൽ നിന്നെ ഉപയോഗിക്കാൻ പോകുന്ന, അനേകർക്ക് നീ അനുഗ്രഹമാകാൻ പോകുന്ന, പുരുഷാരങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ പോകുന്ന, പുരുഷാരങ്ങളെ ഫീഡ് ചെയ്യുവാൻ കഴിയുന്ന, ജാതികളെ ഫീഡ് ചെയ്യുവാൻ കഴിയുന്ന, രാജ്യങ്ങളെ ഫീഡ് ചെയ്യുവാൻ കഴിയുന്ന, എന്തിനധികം പറയുന്നു, നിന്റെ സ്വന്തം ജനത്തെ പോലും ഫീഡ് ചെയ്യുവാൻ കഴിയുന്ന രീതിയിൽ മൈറ്റ്ലി ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ ഒരു ബ്ലെസ്സിങ്ങിന് മുമ്പേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഇടപെടൽ ആവശ്യമാണ്. ഈ മനശ്ശയ്ക്ക് നീ പേരിടുമ്പോൾ, ഈ കുഞ്ഞിന് നീ പേരിടുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നീ മറക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നീ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനഃപൂർവമായി ഉപാധികളില്ലാതെ ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാവുന്നതായതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനയായിട്ട് ഞാൻ അങ്ങ് പറയുക കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് ഈ വാക്യങ്ങൾ എടുത്തോ ഈ കഥകളൊന്നും പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ പിൽക്കാലത്ത് ഈ സഹോദരന്മാർ വരുമ്പോ സഹോദരന്മാരുടെ മുമ്പിൽ ജോസഫ് പല കാര്യങ്ങളും പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനമായിട്ട് അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാര്യം മാനസികമായിട്ട് ഒരിക്കലും ഈ സഹോദരന്മാരെ ഉപദ്രവിക്കാൻ ജോസഫിന് കഴിയത്തില്ല. കാര്യം ജോസഫ് മനസ്സ് ജനിച്ചപ്പോഴേ എല്ലാം മറന്നതാണ്. ജോസഫിന് ഒറ്റ കാര്യമുള്ളൂ, ഇവരെ എപ്പോ സ്വീകരിക്കണം, എങ്ങനെ സ്വീകരിക്കണം, ഇവരൊക്കെ എന്തുമാത്രം നല്ല രീതിയിൽ ഇവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഇവന്റെ മനസ്സിലുള്ളൂ. എത്രയും നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യണം. നമ്മളൊരു കാര്യം ഓർത്തോണം, ഈ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു മനസ്സ് ജനിച്ചില്ലെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യുന്നവരായിട്ട് മാത്രമായിരിക്കും നമ്മുടെ അനുഗ്രഹങ്ങളെ കൈകാര്യം ചെയ്യും. നമുക്കൊരു സ്റ്റേജ് കിട്ടുമ്പോൾ, നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ നമ്മളെ ഉപദ്രവിച്ചവരോട്ടൊക്കെ എങ്ങനെ പണി കൊടുക്കാം, എങ്ങനെ വെട്ടാം, എങ്ങനെ കൊല്ലാം, എങ്ങനെ വലിച്ചു പറിക്കാം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോ, ഇവിടെ സഹോദരന്മാരുടെ മുമ്പിൽ അവൻ എന്തൊക്കെയോ പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. കാര്യം അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ്. ഈ സഹോദരന്മാരെ കാണുമ്പോഴുള്ള സ്നേഹം. അവന് പിന്നെയും എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്, പിതാവിനെ കാണണം. പിതൃഭവനത്തിലെ സത്യം ഓർത്തോണം, പിതൃഭവനം ഒക്കെ മറക്കാൻ വേണ്ടി അവൻ ഇട്ടെങ്കിൽ അവൻ മറന്നു പിതൃഭവനത്തെ അല്ല, അവൻ മറന്നത് പിതൃഭവനത്തിലെ തിക്താനുഭവങ്ങളെയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ചർച്ചിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന്, ഹല്ലേലൂയ, നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ മറക്കണം. അതിനെ മറക്കാൻ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ജനിക്കാതെ, ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ആക്ട് ചെയ്യാതെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരിക്കലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഈ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ്. അത് ഇതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ഈ ജോസഫ് ആക്ച്വലി ഇത് പഠിക്കാൻ ഒരു കാരണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു സഹോദരന്മാരോട് ക്ഷമിക്കാനായിട്ട് ജോസഫ് കുഞ്ഞായിരുന്നപ്പോൾ അവൻ കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒത്തിരി പ്രായമൊന്നുമില്ല. ഇനി അവൻ അത് മനസ്സിലാക്കാനുള്ള അറിവുണ്ടായിരുന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഏജ് ഒന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കുന്നില്ല. ഈ യാക്കോബ് ഏറ്റവും അധികം പേടിച്ചൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തന്റെ സഹോദരനായ ഏശാവിനെ എങ്ങനെ ഫേസ് ചെയ്യും, ഭയങ്കര പേടിയായിരുന്നു. കാര്യം ഈ ഏശാവിനെ ഫേസ് ചെയ്യാൻ വേണ്ടി യാക്കോബ് കാണിച്ച തത്രപ്പാടുകൾ നമുക്കറിയാം. കാര്യം ആദ്യം കുറെ ആടുമാടുകളെ അവന് സമ്മാനമായിട്ട് ഫ്രണ്ടിൽ നിർത്തുന്നു, അതിനുശേഷം ദാസീദാസന്മാരെ നിർത്തുന്നു, അതിനുശേഷം എന്ത് ചെയ്യാണ്, കുഞ്ഞുങ്ങളെ, ലേയെ, പിന്നെ ഏറ്റവും അവസാനം തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റാഹേലിനെയും ജോസഫിനെയൊക്കെ നിർത്തുക. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പം അവന് ഈ ഏത് സമയവും ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തിക്താനുഭവം, ആ പ്രതികാരം അവൻ പ്രതീക്ഷിക്കുന്നു.
കാര്യം അത്രയ്ക്കും നല്ല സ്വഭാവമാണല്ലോ കാണിച്ചത് വീട്ടിൽ നിന്ന്. ചേട്ടന്റെ ജ്യേഷ്ഠാവകാശവും തട്ടിയെടുത്ത്, ജ്യേഷ്ഠനുള്ള അനുഗ്രഹം എല്ലാം തട്ടിയെടുത്ത് ഓടി ഓട്ടമല്ലേ. ഈ തിരിച്ചു വരവിൽ മാനുഷികമായിട്ട് പ്രയാസങ്ങൾ അവനെ അലട്ടുന്നു. പക്ഷേ ഈ യാക്കോബിനെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഏശാവ് പെർഫോം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ജ്യേഷ്ഠന്മാരെല്ലാവരും മോശമൊന്നുമല്ലോ. ഞാൻ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചില വീടുകളിൽ ജ്യേഷ്ഠന്മാരായിരിക്കും ഏറ്റവും നല്ലവര്. ഈ ഏശാവ് ഉണ്ടല്ലോ, ഏശാവ് യാക്കോബിന്റെ കഴുത്തെ അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് വീഴുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ യാക്കോബിന് ഒരു ചിന്ത ഉണ്ടായിരിക്കും, ഏത് സമയവും ഏശാവ് എന്റെ കഴുത്ത് ഞെരിച്ച് എന്നെ കൊല്ലാൻ പോലും ശ്രമിക്കും. പക്ഷെ ഇല്ല, അവർ രണ്ടുപേരും അത്യുച്ചത്തിൽ കരയുവാനായിട്ടുണ്ട്. അവരുടെ ആ സ്നേഹം, ആ സഹോദരങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഇസഹാക്കിന്റെ മക്കളായിട്ട് അവർ ജീവിച്ചപ്പം അവരുടെ വീട്ടിൽ കഴിഞ്ഞ നാളുകളുണ്ടായിരുന്ന ആ സ്നേഹമൊക്കെ, അത്രയും നാള് കാണാതിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഈ ഗ്യാപ്പൊക്കെ, അവരുടെ ഇടയിലുള്ള ആ വൈരാഗ്യത്തെയും വാശിയെയും ഒക്കെ അലിയിച്ചു കളഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, യാക്കോബ് അനുഭവിച്ച ഒരു ഫ്രീഡം, യാക്കോബ് അനുഭവിച്ച ഒരു സന്തോഷം. യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, യജമാനെ നിന്റെ മുഖം എനിക്കിപ്പോ ദൈവത്തെ പോലെ ഫീൽ ചെയ്യും. നമ്മള് ആരോടേലും ക്ഷമിക്കുമ്പോൾ, നമ്മൾ ആരോടേലും പൊറുക്കുമ്പോൾ, പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ വിട്ട് അവരോട് സഹകരിക്കുമ്പോൾ, നമ്മൾ റീയൂണിയൻ ചെയ്യുമ്പോൾ, അവിടെ നമ്മുടെ മുഖത്തൊക്കെ ദൈവമാണ് വരുന്നേ. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, യേശാവേ എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, സഹോദര നിന്റെ മുഖം എനിക്ക് ദൈവത്തിന്റെ മുഖം പോലെ ഫീൽ ചെയ്യുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ജോസഫ് തന്റെ സഹോദരന്മാരടുത്ത് വന്നപ്പോ അവരെ അടുത്ത് വിളിച്ചു. അവൻ റിവീൽ ചെയ്തു, അവൻ പറഞ്ഞു ഞാൻ ജോസഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് ഞെട്ടിപ്പോയി, ഇവര് വല്ലാതായിപ്പോയി. ഇവരുടെ ജീവിതത്തിലെ തെറ്റുകൾ ഇവരെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ മനസ്താപമില്ലാത്തവരൊക്കെ പേടിച്ച് പറയാൻ തുടങ്ങി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, അവിടെ ജോസഫ് ദൈവികമായ നിയന്ത്രണത്തിന്റെ കീഴിലായിരുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട്, അവന്റെ ഉള്ളിൽ മനശ്ശ ജനിച്ചതുകൊണ്ട്, പണ്ട് ഏശാവിന്റെ മുഖത്ത് തോന്നിയ ആ പ്രസാദം എന്താണെന്ന് മനസ്സിലാക്കിയ ജോസഫ്, തന്റെ അപ്പന് ലഭിച്ച കൃപ, അതിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കിയ, അതിനുശേഷം തന്റെ അപ്പനുണ്ടായ ഫ്രീഡം, തന്റെ അപ്പനുണ്ടായ സന്തോഷം, തന്റെ അപ്പനുണ്ടായ സ്വാതന്ത്ര്യം മനസ്സിലാക്കിയ ജോസഫ് തന്റെ സഹോദരന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ വിറ്റെന്നുള്ളത് ശരിയാ, പക്ഷെ നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. നിങ്ങൾ എന്നെ വിറ്റതല്ല, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ അയച്ചതാ. പരിശുദ്ധാത്മാവ്, ഞാനൊരു ദൂത് പറയട്ടെ, എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ദൈവസഭയോടുള്ള ബന്ധത്തിലോ, ഫാമിലിയോടുള്ള ബന്ധത്തിലോ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിലോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് തൊട്ട് ആ അനുഭവത്തിന്റെ പേര് നമ്മൾ മാറ്റണം. വിറ്റതാണെന്ന് ആരെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം, വിറ്റതല്ല, അയച്ചത്. ദൈവത്തിന് മാത്രമേ അയക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് കർത്താവ് യെശയ്യാവിനോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഹല്ലേലൂയ. അയക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് പ്രയോജനപ്പെടാൻ ആഗ്രഹമുള്ളവരെയും ദൈവത്തിന് വേണ്ടവരെയും ചില പ്രത്യേക സിറ്റുവേഷനിലൂടെ ദൈവം അയക്കും. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിന് ചിലരൊക്കെ കാരണമായെന്ന് വരാം, അതിന് ചില ചേട്ടന്മാരൊക്കെ നിമിത്തമായെന്ന് വരാം, അതിന് ചില ചേട്ടന്മാരൊക്കെ ഹല്ലേലൂയ പെർഫോം ചെയ്തെന്ന് വരാം വളരെ മോശമായിട്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു,
ഹാലലിയ ചേട്ടന്മാരോടുള്ള ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കാനോ, അത് കഴിഞ്ഞ നാളിൽ ഉപദ്രവിച്ചോടുള്ള ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതം 180 ഡിഗ്രി തിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹാലലിയ നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും മാറിയാൽ നമ്മുടെ മുമ്പിലുള്ള ബ്ലെസ്സിങ്, നമ്മുടെ മുമ്പിലുള്ള ദൈവിക അനുഗ്രഹത്തിന്റെ വാതിൽ അവിടെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹാലലിയ ഇന്ന് രാത്രി ചില മനശ്ശമാർ ജനനം ചില കുടുംബങ്ങളിൽ ചില വ്യക്തികളിന്മേൽ നടക്കണം. ദൈവാത്മാവ് പറയുന്നു, ഹാലലിയ നിന്റെ ശുശ്രൂഷയെ ദൈവം തിരിക്കാൻ പോകുകയാണ്. ഹാലലൂയ, ഹാലലൂയ. ഇതുവരെ ചെയ്തിട്ടുള്ളത് പോലെ അല്ല. അസാധാരണമായ ശുശ്രൂഷ, അസാധാരണമായ ദൈവകൃപ, ഹാലലിയ സ്വതः അത് നമ്മൾ കാണുവാനായിട്ട് പോകുകയാണ്. എന്താ സംഭവിച്ചത്? ഹാലലിയ ജോസഫ് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ആരും എന്നെ വിറ്റതല്ല. ആ വിറ്റെന്നുള്ള ആ മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്റെ അരികിൽ അടുക്കുവാനായിട്ട് കഴിയത്തില്ല. നമുക്കിനി ഒരുമിച്ച് ഈ രാജ്യത്ത് ജീവിക്കുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് ഈ ക്ഷാമകാലത്തെ സന്തോഷത്തോടെ ഫേസ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ദൈവങ്ങളെ, നമ്മളൊരു കാര്യം ഓർത്തോണം. നമ്മൾ ഒരു വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താ അറിയോ? അവനോട് ക്ഷമിക്കാതിരിക്കുന്നു. നമ്മുടെ ലൈഫ് പാർട്ണറോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്നറിയാം. നമ്മുടെ ലൈഫ് പാർട്ണർ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ നമ്മൾ മറക്കാതിരിക്കുന്ന, ക്ഷമിക്കാനല്ല ഞാൻ പറയുന്നത്, മറക്കാതിരിക്കുന്നു. നമ്മൾ എപ്പോഴും പറയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ പിന്നെയും ഒരു വിഷയം വരുമ്പോൾ ഇത് തിരിച്ച് നമ്മൾ പറയത്തില്ല. കാര്യം അറിയോ? മറന്നിട്ടില്ല, മനസ്സ് ജനിച്ചിട്ടില്ല. ഏതെങ്കിലും വിഷയത്തിനോട് ഏതെങ്കിലും ഫാമിലി കടന്നു പോകുന്നെങ്കിൽ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നതുകൊണ്ട് പറയാം കേട്ടോ, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ദൈവാത്മാവ് പറയുന്നു, കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പല പേരുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇന്ന് രാത്രി നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു മനസ്സ് ജനിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൈ കോർത്ത് പിടിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മനസ്സ് ജനിക്കണം. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ ജനിച്ചതെല്ലാം പിന്നെയും നിങ്ങളുടെ തെറ്റുകളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. തെറ്റ് ചെയ്യാത്തവരാരുമില്ല. തെറ്റ് സ്വാഭാവികമായിട്ട് വരുന്നതും ശത്രു പെർഫോം ചെയ്യുന്നതുമായ ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ഒരു ക്ഷാമകാലത്തിന് മുൻപേ, ഈ ക്ഷാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കഷ്ടത വരുന്നതല്ല, നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ വെച്ചിരിക്കുന്ന സമയമാണ് ക്ഷാമകാലം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒത്തിരി പേര് ക്ഷാമത്തിലൂടെ പോകുമ്പോൾ നിന്നെ ബ്ലസ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് പറയുന്നു, ക്ഷാമം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി വരാൻ പോകും. പക്ഷെ ആ റിയാലിറ്റിയുടെ മുമ്പിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയും നമ്മുടെ സഭയെയും നമ്മുടെ കൂട്ടുവിശ്വാസികളെയും അനുഗ്രഹമായിട്ട് നടത്തുന്നതിന് കാരണമായി ഒരു മനുഷ്യയുടെ ജനനവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പിന്നീട് അതാ പൗലോസ് പറയുന്നത്, പിന്നിലുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി അടി ഏറ്റിട്ടുണ്ട്. ഒന്ന് കുറെ 40 അടി 3 പ്രാവശ്യം കൊണ്ടിട്ടുണ്ട്, പട്ടിണിയുണ്ട്, പരിതാപമുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്, ദേഹം മുഴുവൻ കീറി മുറിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർത്തോണ്ടിരിക്കാനുള്ളതല്ല എന്റെ ക്രിസ്തീയ ജീവിതം. എനിക്കിനി അടുത്ത ശുശ്രൂഷയുണ്ട്, എനിക്കിനി അടുത്ത മേഖലയുണ്ട്, എനിക്കിനി അടുത്ത സാധ്യത, എനിക്കിനി അടുത്ത ടാസ്ക് എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്റെ മുമ്പിലുള്ള ടാസ്ക്, മുമ്പിലുള്ള വിരുദിലേക്ക് എനിക്ക് ആഞ്ഞു പോയേ പറ്റത്തുള്ളൂ. മനസ്സ് ജനിക്കാത്തത് കൊണ്ട് പിന്നെയും എന്നെ ഹോൾഡ് ചെയ്യുന്ന പല അനുഭവങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. എനിക്കറിയത്തില്ല, ഈ മെസ്സേജ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു വലിയ മെസ്സേജ് പറയുന്ന ദൈവദാസനായോണ്ട് പറയുകയല്ല. ഈ മെസ്സേജിന് ഞാൻ പബ്ലിസിറ്റി കൊടുക്കാൻ പറയുന്നതല്ല. എന്റെ പേര് കട്ട് ചെയ്തിട്ട്, എന്റെ ഫേസ് കട്ട് ചെയ്തിട്ട് ഈ ദൂത് മാത്രം കുടുംബങ്ങളുടെ മേൽ കൈകാര്യം ചെയ്യണം. കുടുംബങ്ങളോട് സംസാരിക്കണം, വ്യക്തികളോട് സംസാരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഒരു മനുഷ്യയുടെ ആബ്സെൻസ് പലയിടത്തും ഞാൻ പരിശുദ്ധാത്മാവിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യ ജനിക്കാത്തത് കൊണ്ട് കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. മനുഷ്യ ജനിക്കാത്തത് കൊണ്ട് ഭാവിയില്ലാതെ പലതും ഇല്ലാതെയാകുന്നു. പല അനുഗ്രഹങ്ങൾ കയ്യിലുണ്ടായിട്ടും, ജോലി ഉണ്ടായിട്ടും, കുടുംബം ഉണ്ടായിട്ടും, കുഞ്ഞുങ്ങളുണ്ടായിട്ടും മനസ്സയുടെ അസാന്നിധ്യം. എന്നോട് അങ്ങനെ തന്നെ ദൈവത്താ പറയുന്നത്, മറക്കാൻ കഴിയാത്ത ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട്, മനഃപൂർവ്വമായിട്ട് മറക്കാൻ കഴിയാത്ത. സ്തോത്രം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ജോസഫ് മറന്നില്ലെങ്കിൽ ഈ അപ്പനും സഹോദരങ്ങൾക്ക് ഒരു കാരണവശാലും
ഒരഭയം കിട്ടത്തില്ല, ഒരഭയം കിട്ടത്തില്ല, ഒരഭയം കിട്ടത്തില്ല. മറക്കാൻ തയ്യാറാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഉപദ്രവിച്ചവർ എത്ര പേരാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ യേശുവിനെ ഒന്ന് വെളിപ്പെടുത്തി ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കട്ടെ. കൂടെ അത്താഴം കൊണ്ടവനും കൂടെ ഉറങ്ങിയവനും കൂടെ നടന്നവനും തള്ളിപ്പറയാൻ പറ്റും, ഒറ്റിക്കൊടുക്കാൻ പറ്റും. ഒരത്താഴത്തിൽ നിന്നൊക്കെ നമ്മൾ ഫുഡ് കയ്യിലോട്ട് എടുത്ത് കൊടുക്കുന്നവനൊക്കെ എങ്ങനെയാ നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്? എങ്ങനെയാ നമ്മളെ തള്ളിപ്പറയുന്നത്? പറ്റുമോ? അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് സാത്താന്റെ നാഴികയാണ്. അവൻ പെർഫോം ചെയ്യുന്ന സമയമാണ്. യേശുവിനെ നന്നായിട്ട് അറിയാം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ലേ? ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്ന് യേശു പറയുമ്പോൾ യേശു മറക്കുക. യേശു പിന്നീട് അത് ഓർമ്മിപ്പിക്കുന്നില്ല. ആരെയും ഓർമ്മിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പൗലോസിനോട് തിരുവത്താഴത്തെ കുറിച്ച് ഒരു ദർശനം കൊടുക്കുമ്പോൾ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ പീലാത്തോസ് ഒന്ന് പറയാൻ 40 അടി അടിപ്പിച്ചെന്നും ഇന്ന പടയാളി ആണി കൊണ്ട് അടിച്ചെന്നും യൂദ തള്ളി പറഞ്ഞെന്നും പത്രോസ് ഒറ്റിക്കൊടുത്താലേ യൂദ ഒറ്റിക്കൊടുത്തെന്നും പത്രോസ് തള്ളി പറഞ്ഞെന്നൊക്കെയാണോ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തത്? അല്ല. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തെന്ന് കർത്താവിനെ കാണിച്ചു ഉത്തരാതില്ല. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. അവൻ നമ്മളോടുള്ള ബന്ധത്തിൽ അവൻ ചെയ്ത ആ സ്നേഹം മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ. അവൻ ജീവിതത്തിൽ അവൻ ഉപദ്രവിച്ചവരെ അവൻ വെളിപ്പെടുത്തിയില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ അനുഭവിച്ച തിക്താനുഭവങ്ങളെ അവൻ വെളിപ്പെടുത്തിയില്ല. തള്ളിപ്പറഞ്ഞ ഞാൻ വിശ്വസിക്കുകയായിരുന്നു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ യൂദ തൂങ്ങി മരിച്ചില്ലായിരുന്നെങ്കിൽ യൂദയെ തേടി യേശു പോയേനെ മടക്കി കൊണ്ടുവരാൻ. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, തള്ളിപ്പറഞ്ഞ പത്രോസിനെയും തിരിച്ചു കൊണ്ടുവന്നിട്ട് പത്രോസിനോട് പറഞ്ഞില്ല, നീ എന്നെ തള്ളിപ്പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലയോ, കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയുമെന്ന്. പത്രോസെ, ഞാൻ പറഞ്ഞത് നടന്നില്ലയോ? ഇതൊന്നും പറഞ്ഞ് അവനെ വേദനിപ്പിച്ചില്ല. ഹല്ലേലൂയ. തന്നെ ഉപദ്രവിച്ചവരുടെ മുമ്പിലൊന്നും അവൻ പോയി പെർഫോമൻസ് കാണിച്ചില്ല. പീലാത്തോസിനോട് ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞില്ല. റോമൻ പടയാളികളുടെ മുമ്പിൽ അവൻ പെർഫോം ചെയ്തില്ല. അപ്പോഴും അവൻ വെളിപ്പെട്ടത് സാധുക്കളായ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിലും ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായ മറിയയുടെ മുമ്പിലും ഒക്കെയാണ് ഹല്ലേലൂയ യേശു പ്രത്യക്ഷപ്പെട്ടത്. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയട്ടെ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ, പിതാവേ ഹല്ലേലൂയ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയായിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അറിയാം. ഹല്ലേലൂയ, ഇതൊന്നും ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഇവരൊന്നും അറിയാതെയാണ് ഇത് ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ മെസ്സേജ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ വായിച്ച നടന്ന ഒരു സംഭവമാണ്. മലയാള പത്രത്തിൽ എല്ലാ ആഴ്ചയിലും ആഴ്ചപ്പതിപ്പ് എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം അദ്ദേഹം തന്നെ എഴുതിയത് ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്. അദ്ദേഹത്തിന് മനോഹരമായ ഒരു വീടുണ്ട്. ആ വീട്ടിലെല്ലാ പ്രഭാതത്തിലും അദ്ദേഹം ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ആഴ്ചപ്പതിപ്പിലേക്കുള്ള പ്ലോട്ട് കിട്ടുന്നത്. പക്ഷെ ഒരു ആഴ്ചയിൽ അദ്ദേഹം എഴുതിയ ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ തന്റെ അനുഭവങ്ങൾ. താൻ ആ പ്രഭാതത്തിൽ ഇങ്ങനെ തന്റെ വരാന്തയിൽ ഇരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ വീടിന് മുന്നിൽ താൻ വളരെ മനോഹരമായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു, ഒരു ഗാർഡൻ, ബ്യൂട്ടിഫുൾ ഗാർഡൻ. ആ ഗാർഡന് വിലപിടിപ്പുള്ള ചെടികളുണ്ട്, നല്ല വില കൂടിയ പുല്ലുകൾ അതിനകത്ത് വളർത്തിയെടുക്കുന്നു, ഗ്രാസ്. അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ താൻ മനോഹരമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൂന്തോട്ടത്തിന്റെ നടുക്കൂടെ നടക്കുക, ചെടികളെ ചവിട്ടി തേച്ച് മനോഹരമായ പുല്ലിനെയൊക്കെ ചവിട്ടി നശിപ്പിച്ച് തന്റെ മനോഹരമായ വിലപിടിപ്പുള്ള ചെടികളെ എല്ലാം ചവിട്ടി താത്ത് നടക്കുമ്പോൾ ഈ മനുഷ്യന് ദേഷ്യം വന്നു. അദ്ദേഹം ഓടിച്ചെന്ന് ഇതിന്റെ മേളിൽ കൂടിയൊക്കെ നടക്കുന്ന മനുഷ്യനെ തള്ളി. അദ്ദേഹത്തിന്റെ തള്ളിന്റെ ആ ഒരു ആഴം കൊണ്ട്, ആ ഒരു ബലം കൊണ്ട് ഈ മനുഷ്യൻ തെറിച്ച് വീഴുവാനായിട്ടിടയായി. എന്നാൽ ആ വീണ മനുഷ്യൻ തപ്പിത്തടകി അദ്ദേഹം എഴുന്നേൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ
അദ്ദേഹം ഒരു അന്ധനായിരുന്നു, ബ്ലൈൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന് കാണത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് നടന്ന സ്ഥലം പൂന്തോട്ടമാണെന്നോ നടന്ന സ്ഥലം മറ്റൊരു വ്യക്തിയുടെ വിലപിടിപ്പുള്ള പുൽത്തകിടിയായിരുന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഈ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്ന അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മുടെ പൂന്തോട്ടങ്ങളെ നശിപ്പിക്കുന്നവരെ കുറിച്ച് നമ്മൾ ഒന്നും തോന്നരുത്, അവരോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാണ്. അവരൊരു പക്ഷെ അന്ധരായി. അതെ, നമ്മളെ കഴിഞ്ഞ നാളുകൾ ഉപദ്രവിച്ചവരും നമ്മുടെ പൂന്തോട്ടങ്ങളെ നശിപ്പിച്ചവരും, നമ്മുടെ യൗവനത്തിന്റെ പൂന്തോട്ടങ്ങളെ, നമ്മുടെ ബാല്യത്തിന്റെ പൂന്തോട്ടങ്ങളെ, നമ്മൾ കൊതിച്ച് കണ്ട പല നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്ത ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ കണ്ടു. ഇതിനകത്ത് ശക്തമായിട്ട് എന്നോട് പറയുന്നു, ഒരു മനസ്സ് ജീവിച്ചില്ലെങ്കിൽ അവരൊരു പക്ഷെ ബ്ലൈൻഡ് ആയിരിക്കാം. അതെ, അവർ ബ്ലൈൻഡ് ആണ്. നമ്മൾ കാണാമെന്ന് കണ്ണിൽ രണ്ട് കണ്ണുമുള്ളവര് ശരിക്കും കാണാമെന്ന് പറയുന്നവരൊക്കെ ബ്ലൈൻഡ് ആണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അവർ അന്ധരാണ്, അവർക്കൊന്നും കാണാനുള്ള കഴിവില്ല. യേശു ഇവരറിയാതെ ചെയ്തതാന്ന് പറയുമ്പം അറിയാതാണോ ചെയ്യുന്നത്? ദേശത്തിലെ ഏറ്റവും വലിയ വിധിന്യായ കോടതിയല്ലേ ന്യായം വിധിക്കുന്നത്? ഹാലലിയ, സ്തോത്രം, ഹാലലിയ. പരീശന്മാരും ശാസ്ത്രിമാരും ആണോ? യഹൂദന് അറിവില്ലേ? അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവൻ അറിയുന്നു തന്നെ. നമ്മുടെ ദൈവത്തെ ആരും കൊന്നതല്ല, നമ്മുടെ ആരും ക്രൂശിച്ചത്. ദൈവം ജീവനെ നമുക്ക് വേണ്ടി കൊടുത്തതാണ്. ഹാലലുയ. ദൈവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഹാലലുയ. ദൈവം നമ്മളെ അയച്ചതാണ്. ദൈവം നമ്മളെ ചില സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടതാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചാട്ടെ. ദൈവമേ, ഞാൻ ഇന്ന് രാത്രി ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇന്ന് രാത്രി ഇത് ഉൾക്കൊള്ളുന്നു. എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ, ഈസി അല്ല. ഹാലലുയ. എനിക്ക് അത്ര ഈസി അല്ല, അറിയാം. പക്ഷെ ഒരു മനസ്സെ ജനിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് രാത്രി അതിനുള്ള ഒരു അവസരം നീ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ മീറ്റിംഗിൽ ഇത്രയും അവസരങ്ങൾ തന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥ താഴും.